കള്ളവോട്ട് ആരോപണത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി തുറന്ന യുദ്ധത്തിനൊരുങ്ങുകയാണ് രാഹുൽ ഗാന്ധി. പൊതുജന പ്രതികരണത്തിന് വേണ്ടി വെബ്സൈറ്റും മിസ്ഡ് കോൾ സംവിധാനവും ഏർപ്പെടുത്തി. വോട്ട്ചോരി.in എന്ന വെബ്സൈറ്റ് വഴി ആളുകൾക്ക് പരാതി അറിയിക്കാമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ എക്സ് പോസ്റ്റ്. ശരത് ലാലാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേർന്നത്. ശരത്ത്, തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ തെളിവുകൾ പുറത്തുവിട്ട് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വാർത്താ സമ്മേളനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. ആ തെളിവുകളിൽ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നതേയുള്ളൂ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പ്രവർത്തനത്തെ പോലും ചോദ്യചിഹ്നത്തിലാക്കുന്ന രീതിയിൽ ഇവിടെ ചർച്ചകളും വിശകലനങ്ങളും ഒക്കെ നടക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ അടുത്ത നീക്കം രാഹുൽ ഗാന്ധിയുടെ. വിവരങ്ങൾ. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ രാഹുൽ ഗാന്ധി തുറന്ന ഒരു യുദ്ധത്തിന് തന്നെയാണ്. 1 മണിക്കൂർ പത്രസമ്മേളനം നടത്തി. അതിനുശേഷം നാളെ ഇന്ത്യ ബ്ലോക്ക് എംപിമാരെ നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ വേണ്ടി അനുവാദം ചോദിക്കുന്നു. അതിന് പിറകെയാണ് പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയാനും പൊതുജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ നിലപാടെടുക്കാനും വേണ്ടി വെബ്സൈറ്റും അതുപോലെ മിസ് കോൾ സംവിധാനവും ഒരുക്കിയിരിക്കുന്നത്. വോട്ട് ചോരി, അതായത് വളരെ വ്യക്തമാക്കുന്ന വോട്ട് ചോരി എന്ന .in എന്ന വെബ്സൈറ്റാണ് ഇതിനു വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി തൻ്റെ ട്വിറ്ററിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മിസ് കോൾ സംവിധാനവും 96500342 എന്ന നമ്പറിൽ മിസ് കോൾ ചെയ്ത് കഴിഞ്ഞ് തങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്താമെന്നും രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നു. അതായത് താൻ പുറത്തു കൊണ്ട 1 മണിക്കൂർ വാർത്താ സമ്മേളനം നടത്തുകയും പുറത്തു കൊണ്ടുവന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്കുള്ള പ്രതികരണത്തിന് വിടുകയും ചെയ്യുന്ന ഒരു തന്ത്രപരമായ നിലപാടാണ് ഇതിനെ നാം വിലയിരുത്തേണ്ടത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടുള്ള ഒരു യുദ്ധം തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും ശ്രീലക്ഷ്മി. അതേപോലെ ബീഹാറിലെ അതിതീവ്ര തെരഞ്ഞെടുപ്പ് വോട്ടർ പരിഷ്കരണം സംബന്ധിച്ച കേസും കൂടി നാളെ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേരെ ചോദ്യങ്ങൾ ഉയരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സുപ്രീം കോടതി ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉയരുകയും അതേപോലെ രാഹുൽ ഗാന്ധി ഇന്ത്യ ബ്ലോക്ക് എംപിമാരും നാളെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിക്കൂട്ടിലാവുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷിയുടെ കണക്ക് കൂട്ടൽ ശ്രീലക്ഷ്മി. ഓക്കെ ശരത്ത്, വ്യക്തമാണ്.